ഫെബ്രുവരി 9 രജീഷിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം. വയലിൽ പച്ചക്കറി കൃഷിക്കായുള്ള ശുചീകരണ പ്രവൃത്തി നടക്കുന്ന സമയം. കൃഷിക്കാവശ്യമുള്ള വെള്ളം ശേഖരിക്കുന്നതിനായി വയലിനോട് ചേർന്നുണ്ടായ ചെറിയ കുളം കൂടി രജീഷ് വൃത്തിയാക്കി. അതിനിടെയാണ് കടു എന്ന മീൻ രജീഷിന്റെ വലത് കൈപ്പത്തിയിൽ കുത്തിയത്. പിന്നീട് സംഭവിച്ചത് രജീഷ് തന്നെ പറയും. ചെറിയൊരു കടു കുത്തിയതാ. പച്ചക്കറി കൃഷിക്ക് വേണ്ടി നമ്മൾ സ്ഥലം എടുത്തിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊല്ലത്തിലെടുക്കുന്നതുകൊണ്ട് അതേപോലെ എടുത്ത് ചെറിയൊരു കുണ്ടുണ്ടായിരുന്നു. ആ കുണ്ടിൽ നമ്മൾ മീനല്ല വലിയ വേസ്റ്റും കാര്യങ്ങളും പുറത്തിട്ട് അന്നേരം കോരുന്നേരം മീനെ കിട്ടി, കാഴ്ചയിലും കാര്യങ്ങളിലും. അങ്ങനെ അതിനെല്ലാം പിടിച്ച് എടുക്കുമ്പോഴാണ് ആ ചെറിയൊരു കടു എന്ന് വെച്ചാൽ നമ്മളെ മുഷുവിൻ്റെ ചെറിയൊരു ടൈപ്പ് സാധനം കടു എന്ന് നമ്മൾ പറയുന്നത്. അത് കൈക്ക് കുത്തി. അന്നേരം ഒരു കടച്ചലും കുറച്ച് ബ്ലഡും പോയിന്. പിന്നെ പൈപ്പ് വെള്ളത്തെല്ലാം കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കിയ സമയത്ത് പിന്നെ കടച്ചലൊന്നുമില്ല. പിറ്റേ ദിവസം പുലർച്ചയാകുമ്പോഴാണ് ശരിക്കും കടച്ചൽ തുടങ്ങി. ഫസ്റ്റ് ഒരു ഛർദി പോലെ വന്നു, ലോക്കാനും ഛർദിയും കാര്യങ്ങളാക്കിയിട്ട് വന്ന്. പിന്നെ നോക്കുമ്പോൾ കൈ മടക്കിക്കൂടാ, കൈ നല്ല ഒരു എന്താ പറയുക മരം പോലെ ആയി വരുന്നു. അങ്ങനെ കോഴിക്കോട് ബേബിയിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ കണ്ടായിരുന്നല്ല പറഞ്ഞ് 2 പേരിൽ എന്തായാലും പോയി. ആ കൈ എല്ലാം കരിനീല കളറായി, രക്തോട്ടം നിലച്ചിട്ട്. ആദ്യം വെച്ച് വേറൊന്ന് വിഷാംശം കയറിയതാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തൊക്കെ വിഷത്തിൻ്റെ ഇതൊന്നുമില്ല, ചെറിയ ബാക്ടീരിയൻ്റെ പ്രശ്നമാണിത്. ഗ്യാസ് ഗാൻഗ്രീൻ എന്ന രോഗാവസ്ഥയാണ് രജീഷിനുണ്ടായത്. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് എന്ന ബാക്ടീരിയ അണുബാധയ്ക്ക് കാരണമായി. മലിനജലത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണിത്. മീൻകുത്തിയുണ്ടായ മുറിവിലൂടെ അപകടകാരിയായ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതാകാമെന്നാണ് നിഗമനം. രജീഷിനുണ്ടായത് അപൂർവ രോഗാവസ്ഥയാണെന്ന് ഡോക്ടർമാർ പറയുന്നു.